മലയാള സിനിമയുടെ തറവാടായ വരിക്കാശ്ശേരി മന എല്ലാവർക്കും അറിയാലോ അല്ലേ. അവിടേക്ക് പോകാൻ ഒരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ എന്തായാലും അത് കളയാറില്ല കേട്ടോ. പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലം മനശ്ശേരിയിലാണ് കേട്ടോ വരിക്കാശ്ശേരി മന ഉള്ളത്. ആദ്യം വരിക്കഞ്ചേരി മന എന്നാണ് അത്ര കേട്ടോ ഇത് അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അപ്പം ഞങ്ങളവിടെ ചെന്ന വഴിക്ക് ഇതാ കുതിരയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതെന്താണെന്നുള്ളത് എനിക്ക് വ്യക്തമായിട്ട് മനസ്സിലായില്ല. എന്തായാലും ഞാൻ കണ്ട സമയം ഒരു വീഡിയോ എടുത്തു വെച്ചതാണ് കേട്ടോ. നമ്മൾക്ക് 9:30 മുതൽ 5:30 വരെ അവിടേക്ക് കയറാനുള്ള സമയമാണ് കേട്ടോ. 50 രൂപ മുതിർന്നവർക്ക് നമ്മൾ ടിക്കറ്റ് എടുത്തിട്ട് വേണം കയറാനായിട്ട്. കുട്ടികൾക്ക് നമ്മൾ പൈസ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ നമ്മൾ ക്യാമറ ഉപയോഗിക്കാനോ കാര്യങ്ങൾക്കോ പ്രത്യേകമായിട്ട് നമ്മൾ അനുമതി വാങ്ങിച്ചിട്ട് വേണം കേട്ടോ കയറാനായിട്ട്. ഫോൺ ഉപയോഗിക്കാം, പക്ഷേ നമ്മൾ ക്യാമറയൊക്കെ ഉപയോഗിച്ചിട്ടുള്ള വലിയ വലിയ കാര്യങ്ങൾക്ക് നമ്മുടെ വല്ല വെഡ്ഡിങ് ഷൂട്ടോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ അവിടെ നിന്ന് അനുമതി വാങ്ങിച്ചിട്ട് വേണം കേട്ടോ കയറാനായിട്ട്. ഇവിടെ ആദ്യം ചിത്രീകരിച്ചത് തീർത്ഥം എന്ന മലയാള സിനിമയാണ് അത്ര കേട്ടോ. അതിനുശേഷം ദേവാസുരം എന്ന സിനിമയിൽ നിന്നാണ് ഇത്ര കേട്ടോ പിന്നീട് മനയെ കൂടുതൽ ആളുകൾ അറിയാനും ശ്രദ്ധിക്കാനൊക്കെ തുടങ്ങിയത്. ഏകദേശം 300 വർഷം പഴക്കമുണ്ട് മനയ്ക്ക് എന്നാണ് കേട്ടോ അറിയാൻ കഴിഞ്ഞത്. 250ഓളം സിനിമകളൊക്കെ ഇവിടെ ചിത്രീകരിച്ചിട്ടുണ്ട്. ഈ മുൻവശമാണെങ്കിൽ കുറച്ചധികം പഴക്കമില്ലാതെ ഇപ്പം അടുത്ത കാലത്ത് എങ്ങാനോ ഉണ്ടാക്കിയതാണെന്നാണ് കേട്ടോ പറയുന്നത്. അടുത്ത കാലം എന്ന് പറഞ്ഞാൽ എന്തായാലും കുറച്ച് അധികം വർഷങ്ങൾ പഴക്കമുണ്ടായിരിക്കും. എന്നാലും മുന്നേ മന ഉണ്ടായിരുന്ന സമയത്ത് ഉള്ളതല്ല, ഇത് അതിന് ശേഷം പണിതതാണെന്നാണ് കേട്ടോ പറയുന്നത്. ഈ മനയുടെ മുൻവശം കാണുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് സിനിമകളാണ് കേട്ടോ മനസ്സിലേക്ക് ഓടി വരിക. നമ്മുടെ ദേവാസുരം, ആറാം തമ്പുരാൻ, കാര്യസ്ഥൻ, രാവണപ്രഭു, വല്യേട്ടൻ, നരസിംഹം, പട്ടാഭിഷേകം, അങ്ങനെ ഒരുപാട് സിനിമകൾ, രാപ്പകൽ, അങ്ങനെ പറയാൻ പറ്റാത്ത അത്രയും സിനിമകളാണല്ലേ ഈ ഒരു ഭാഗം കാണുമ്പോൾ നമുക്ക് ഓർമ്മയിലേക്ക് വരുന്നത്. മനയേക്കാളും ഭംഗിയാണ് കേട്ടോ പത്തായപ്പുര കാണാനായിട്ട്. പത്തായപ്പുരയിലും ഒരുപാട് സൗകര്യങ്ങളുണ്ട് കേട്ടോ. മനയ്ക്കുള്ളിലേക്ക് ചെന്നാൽ തന്നെ നമ്മൾ ആദ്യം കാണുന്നത് അവിടുത്തെ നടുമുറ്റം. അതിന് നടുവിലായിട്ടൊരു തുളസിത്തറ. പക്ഷേ ഇപ്പോൾ അവിടെ ഉള്ളത് മുല്ലത്തൈയാണ് കേട്ടോ. തുളസിത്തറയല്ല, മുല്ലയാണ് അവിടെ ഉള്ളത്. അവിടെ 4 പുറങ്ങളിലായിട്ട് റൂമുകളുണ്ട്. അതുപോലെ തന്നെ നമുക്ക് അവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും ആ മനയ്ക്ക് എത്രത്തോളം വലിപ്പമുണ്ട്, അവിടെ എത്രത്തോളം അറകളുണ്ട് എന്നുള്ളതൊക്കെ കേട്ടോ. 4 പുറം തൂണ് വെച്ച് അങ്ങനെയുള്ള 4 കെട്ടിൻ്റെ ഒരു നടുമുറ്റമാണ് കേട്ടോ അത്. ഓരോ സിനിമകൾ എടുക്കുമ്പോൾ അതിനനുസരിച്ചിട്ട് മനയ്ക്ക് ഓരോരോ മാറ്റങ്ങൾ വരുത്തുന്നതാണ് കേട്ടോ. ഒരുപാട് ചെടികൾ, അതുപോലെ തന്നെ ഫർണിച്ചറുകൾ, പെയിൻറ്റിന് തന്നെ പല പല സിനിമകൾ നമുക്ക് വ്യത്യാസമായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ. നിലത്തിന് അങ്ങനെ മൊത്തത്തിലൊരു മാറ്റം വരുത്തിയിട്ടാണ് കേട്ടോ അവർ പിന്നെ ഷൂട്ടിങ്ങിനായിട്ട് ഇത് എടുക്കണത്. 1-2 സിനിമകൾ ഷൂട്ട് ചെയ്യുന്ന സമയങ്ങളിൽ ഞാനിവിടെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒന്ന് നമ്മുടെ ദ്രോണ, പിന്നൊന്ന് ബോഡി ഗാർഡ്, അങ്ങനെ 2 സിനിമകളൊക്കെ ഇവിടെ സെറ്റിട്ട് വെച്ച സമയത്ത് ഞാൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആകെ മൊത്തം മാറ്റങ്ങൾ സംഭവിച്ചിട്ടായിരുന്നു കേട്ടോ അവിടെ ഉണ്ടായിരുന്നത്. നല്ല രസമായിരിക്കും കാണാനായിട്ട്. ദ്രോണയ്ക്കൊക്കെ വേണ്ടിയിട്ട് പ്രത്യേകം അതിൻ്റെ ഫ്രണ്ട് വശത്ത് ഒരു പ്രത്യേകം സെറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. വള്ളിയും പടർപ്പൊക്കെ വെച്ചിട്ട് ഒരു 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 വരാന്ത പോലെയൊക്കെ കെട്ടി വെച്ച് ഒരു പ്രത്യേക ഭംഗിയായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ ഗേറ്റ് കാര്യങ്ങൾ, പടിപ്പുര, അങ്ങനെയൊക്കെ പല പല മാറ്റങ്ങൾ വരുത്തിയിട്ടാണ് കേട്ടോ പല പല സിനിമകൾ ഇവർ സെറ്റാക്കണത്. എല്ലാ റൂമുകളുടെ ഉള്ളിലേക്കും കാറ്റും വെളിച്ചമൊക്കെ കടക്കാനുള്ള സൗകര്യത്തിലാണ് കേട്ടോ ഈ മന പണിതിട്ടുള്ളത്. അടുക്കള എന്ന് പറയുന്നത് കാണുമ്പോൾ തന്നെ നമുക്ക് പെട്ടെന്ന് രാപ്പകൽ സിനിമയിൽ മമ്മൂട്ടി വന്നിട്ട് സാമ്പാറിലെ എല്ലാം ഉണ്ടോ എന്ന് ചോദിക്കുന്ന ഒരു ഭാഗം ഉണ്ടല്ലോ, അതാണ് കേട്ടോ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത്. ഇവിടേക്ക് ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയിട്ടാണ് അവർ ഷൂട്ടിങ്ങിനായിട്ട് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഇവിടെ പ്രത്യേകിച്ച് ഒന്നുമില്ല കേട്ടോ. ഈ അടുക്കളയ്ക്ക് അപ്പുറത്ത് മറ്റൊരു അടുക്കളയും കൂടി ഉണ്ട് കേട്ടോ. 2 അടുക്കളയിൽ നിന്നും വെള്ളം കോരാനായിട്ട് ഒറ്റ കിണറാണ്, അതൊന്നും വെള്ളം കോരാൻ 2 ഭാഗത്തുമായിട്ട് സൗകര്യം ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിന് താഴെ വെള്ളം ഒഴിക്കാനായിട്ടുള്ള കൊട്ടത്തളം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. എത്ര ഭംഗിയിലാണ് പണ്ട് കാലങ്ങളിൽ ആൾക്കാർ വീടുകളൊക്കെ പണിതിട്ടുണ്ടായിരുന്നല്ലേ, പ്രത്യേകിച്ച് ഇങ്ങനത്തെ മനകൾ. മുകളിലത്തെ അറയിൽ നിന്നും സാധനങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് അവിടെ ഉറപ്പിച്ച് വെച്ചിരിക്കുന്ന ഒരു കോണി. ഈ മനയിലൊക്കെ പ്രത്യേക ആവശ്യങ്ങൾക്ക് പ്രത്യേക മുറികളായിരുന്നു ഇത്ര കേട്ടോ. പേറ്റുമുറി എന്ന് പറഞ്ഞിട്ടൊരു മുറിയിൽ ഉണ്ടായിരിക്കും ഇത്ര കേട്ടോ ഇവിടെയൊക്കെ. അതുപോലെ അച്ചാർ, ഉപ്പുമാങ്ങ ഇതൊക്കെ സൂക്ഷിച്ച് വെക്കാൻ, പൂജാ സാധനങ്ങൾ വെക്കാൻ, അങ്ങനെ ഓരോന്നിനും പ്രത്യേകം കലവറകൾ ഉണ്ടായിരിക്കും ഇത്ര കേട്ടോ ഇങ്ങനത്തെ മനകൾക്കൊക്കെ. ഇത് പത്തായപ്പുരയിലുള്ള കോണിയാണ് കേട്ടോ മുകളിലേക്ക് കയറാനായിട്ട്. ഇതിനപ്പുറത്ത് ഇരുമ്പിൻ്റെ ഒരു കോണിയുണ്ട്, ഇത് മരത്തിൻ്റെയാണ് കേട്ടോ. ഇതെല്ലാം കാണുമ്പോൾ തന്നെ ഒരു പ്രത്യേക പോസിറ്റീവ് എനർജിയാണ് കേട്ടോ കിട്ടണത്. ഈ ഇരുമ്പിൻ്റെ കോണി നമ്മളെ ജയറാമിൻ്റെ കഥാനായകനാണോ അറിയില്ല, ആ ഒരു സിനിമയിലിട്ട് നമ്മൾ KPC ലളിത ഇറങ്ങിയിട്ട് വീഴുന്ന അങ്ങനെ ഒരു രംഗമൊക്കെ ഈ ഒരു കോണിയിലാണ് ഷൂട്ട് ചെയ്തതെന്നാണ് കേട്ടോ എനിക്ക് തോന്നണത്.
നല്ല രസമായിട്ടാണ് ആ കോണിയൊക്കെ പണിതിട്ടുള്ളത്. എത്ര കാലം കഴിഞ്ഞാലും ഇതൊന്നും നശിച്ചു പോവില്ല കേട്ടോ. അതാണ് ഇങ്ങനെയുള്ള മനകളുടെയൊക്കെ പ്രത്യേകത. പഴയ കാലങ്ങളിൽ ഉണ്ടാക്കുന്ന വീടുകളുടെയൊക്കെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അതാണ് കേട്ടോ. പിന്നെ ഇവിടെ 2 അമ്പലങ്ങളുണ്ട് കേട്ടോ. അമ്പലത്തേക്ക് എന്തായാലും ഞങ്ങൾ ഇറങ്ങിയിട്ടില്ല, നമ്മൾ വൃത്തിയും ശുദ്ധി ഇല്ലാതെ പോകാൻ പാടില്ലല്ലോ. അതുപോലെ തന്നെ 3 കിണറുണ്ട്, ഒരു കുളമുണ്ട് കേട്ടോ. കുളത്തിലേക്ക് നമുക്ക് പ്രവേശനമില്ല. ഞങ്ങളിവിടെ വന്നപ്പോൾ തന്നെ ഒരുപാട് പേര് മന കാണാനായിട്ടും അതുപോലെ തന്നെ ഫോട്ടോഷൂട്ടിന് വേണ്ടിയിട്ടും അങ്ങനെയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നിറയെ ആളുകളുണ്ടായിരുന്നു. ഇതാണ് കേട്ടോ കുളത്തിലേക്കുള്ള വഴി എന്ന് പറയുന്നത്. പഴയ കാലങ്ങളിലെ ഓർമ്മകളൊക്കെ ഇരിക്കുന്ന അങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ കാണാനായിട്ട് നമുക്ക് ഒരു പ്രത്യേക ഇഷ്ടമായിരിക്കുമല്ലേ. പ്രത്യേകിച്ച് ഇവിടെ ഷൂട്ടിംഗ് ലൊക്കേഷനും കൂടി ആയതുകൊണ്ട് എല്ലാവർക്കും കൂടുതലും താല്പര്യമായിരിക്കും കേട്ടോ ഇവിടേക്ക് വരാനായിട്ട്. അപ്പോൾ ഇതാണ് കുളം എന്ന് പറയുന്നത്. അവിടെയൊക്കെ 4 പുറം കെട്ടി വെച്ചിരിക്കുകയാണ് കേട്ടോ, നമുക്ക് ഇറങ്ങാനൊന്നും കഴിയില്ല. അപ്പോൾ ഇത്രയൊക്കെയാണ് കേട്ടോ ഈ വീഡിയോയിലുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവരും മനയൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ മനയൊക്കെ പോയി കാണുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ.